നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ മങ്കോൺ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നതാട്ടോ. 1 കിലോമീറ്റർ ഉള്ളത്. രാവിലെ സമയമായതുകൊണ്ട് ഓട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അപ്പം നടന്ന് കയറിയതാണ്. ഇവിടുന്നാണ് നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. ദേവകുണ്ട് വാട്ടർഫോൾ, അതാണ് നമ്മളുടെ ലക്ഷ്യം. പോയി നോക്കാം. കൂടുതൽ വിവരങ്ങൾ വഴിയെ. देवकुंड वाटरफॉल लगा। हाँ यस देवकुंड वाटरफॉल। आदमी के साथ पूरा बैठा के देता हूँ, टेंशन मत ले। एजेंट है ना उधर, वो लोग को साथ में बैठा के देता हूँ तेरे को, वो लेके जाएगा तुझे। और बाद में उधर आया ना तो मेरे को कॉल करो। अगर टैक्सी करने का टीम मेरा यही पॉइंट है, इधर खड़ा। अगर टैक्सी करने का टीम है तमन ले, नाम क्या है? देवा तामनकर। നമുക്ക് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. नौशाद 3 बजेगा आने को रिटर्न, ठीक है? നല്ല റൂട്ടാട്ടോ. വാട്ടർഫോൾ നോക്കിക്കോളും. വാട്ടർഫോൾ ഇഷ്ടം പോലെ. നല്ല മഴ ചെയ്തിട്ട് കുറേ ചാട്ടങ്ങൾ. ഇതാണ് ഇവിടെ വില്ലേജ്. ഇവിടെയാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദേവകുണ്ട് വാട്ടർഫോളിലേക്കുള്ള ട്രക്കിംഗ് ആട്ടോ. ചെറിയ ചാറ്റൽ മഴയുണ്ട്. തുമ്മലൊക്കെ ഉണ്ടായതുകൊണ്ട്, തുമ്മലും ചീറ്റലൊക്കെ ഉണ്ടായതുകൊണ്ട് കൊട ചൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലത്തെ ട്രക്കിങ്ങിൻ്റെ ഒരു ക്ഷീണം ഉണ്ട് കേട്ടോ. ഇന്നലെ കൽവന്തിന്ദുർഗും പ്രബൽഘട്ടും രാവിലെ 8 മണി മുതൽ രാത്രി 7 മണി വരെ നടത്തം തന്നെ. അതും ഇതിലും കഠിനമേറിയ ട്രക്കിംഗ് പാത്തിലൂടെ. ഇന്നും നമ്മുടെ കൂടെ നായകളുണ്ടല്ലോ. പോകുന്ന വഴിയിലേ നല്ലൊരു റോക്കിൻ്റെ ഒരു വ്യൂ, അടിപൊളി. ഓക്കെ, സൂപ്പർ. ഫസ്റ്റ് റിവർ ക്രോസിംഗ് ആട്ടോ. മുഷ്കിലാ. ഇന്നും നമ്മളെ കൂടെ ഗൈഡുകൾ ഉണ്ട് കേട്ടോ. 2 ആളുണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ. 2 ആള്. നമ്മളെ ബാക്കിൽ ഒരു ടീമുണ്ട് കേട്ടോ. ഗൈഡിനൊന്ന് ബൂസ്റ്റ് ചെയ്യാല്ലേ. എനർജി കൊടുത്താല്, സ്നേഹം കൊടുത്താല് 10 മടങ്ങ് തിരിച്ചു തരും. അങ്ങനെ ആരോന്ന് പറഞ്ഞ കേട്ട്. 2 ഗൈഡ് ഉണ്ടെന്ന്. 2 ആൾക്ക് 2 പേരിടണ്ടേ? ജമ്പനും തുമ്പനും ഇട്ടാലോ? ആ, ജമ്പനും തുമ്പനും. അടുത്ത റിവർ എത്തിയിട്ടോ. ചെറിയ അരുവിയാണ്. നല്ല റൂട്ടാട്ടോ ദേവകുണ്ടിലേക്ക് പോകുന്ന ഈ ട്രക്കിംഗ് എന്ന് പറയുന്നത്. ഓരൊക്കെ മഴ കൊള്ളാണ്. ചെറിയ ചാറ്റൽ മഴയിൽ ഈ ഒരു ട്രക്കിങ് നല്ല കളർഫുൾ ആവുന്നുണ്ട്. ഇവിടെ ലേക്ക് ഉണ്ട് കേട്ടോ. വലിയൊരു ലേക്കാണ്. ലൈക്കല്ല, ലേക്ക്. ടാറ്റൻ്റെ പവർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ലേക്കാണ്. ഡാമുണ്ട് അവിടെ. ആ
നല്ല വ്യൂ ആട്ടോ ഇവിടെ, നല്ല മൗണ്ടൈൻ വ്യൂ. ഇന്നലെ കയറിയ കൽവന്തിനും പ്രബൽഘട്ടും പോലെയുള്ള ഘട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടേക്കൊന്നും ട്രെക്കിംഗ് പാത്ത് ഉണ്ടാകും തോന്നില്ല കണ്ടിട്ട്. നമ്മൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു പുഴ ഡാമിൻ്റെ ഈ സൈഡിൽ കൂടെ ക്രോസ് ചെയ്ത് പോവാം. ഈ സമയത്ത് ഏത് പാട്ടാ ഓർമ്മ വരാ? ബാക്കി പാട്. ചേർത്തവനെ യാദൽ ജലാലേ, വാഴ്ത്തുന്നു ഞങ്ങൾ നിൻ തിരുനാമം, തീർത്തും ഹന്ദിൻ നിലവിരാമം, കാത്തരുൾ ചെല്ല ജലാലേ, ഭജനം നീക്ക് ജലീലേ. അരെ വാ. എന്തു ഭംഗിയുള്ള സ്ഥലാന്നറിയോ നമ്മൾ ദേവകുണ്ട് ഫാളിലേക്ക്. എന്റെയോ മലാളേ, അതേപോലെ ഈ ഓമലാള് എന്ന് പറയുന്നത് ഓമലാളെ നിന്നെയോർത്ത്. അപ്പോ ഇവിടെ ഫുള്ള് വൈബാണ്. നമ്മളെ നാട്ടിൽ ചെറിയ ഒരു വാട്ടർഫാൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് മീൻമുട്ടി തേൻമുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരതാ. ഇതൊന്നും അല്ല, ഇത് കുറച്ച് ലെവല് വേറെയാണ് മക്കളെ. ഇത് ക്രോസ് ചെയ്യാനുള്ളതാണ്. ഓരോ സ്ഥലത്തും നമുക്ക് ഗൈഡ് ഉണ്ടാവും. നമ്മളിത് ഇതാണതിൻ്റെ അടുക്ക്. അപ്പോൾ അടുത്ത സ്ഥലം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മളെ ലത്തുബായി ഇതാക്കണ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആ പച്ചപ്പൊന്ന് കാണിങ്ങൾ. ഓഹോ ഞാനൊരു നരൻ, ഒരു ജന്മം തേടിയവരൻ. മുള്ളംകൊല്ലി കക്കിരി എന്താ വില? കക്കിരി കിतना पैसा है? एक ही को 30 रुपीस है ना? हाँ, പോയി വരാം. वापस करने के लिए ना. നമ്മളെ ജമ്പനും തുമ്പനും ഇത് കൊടുക്കുക കേട്ടോ, ഫുഡ് കൊടുക്കുക. വേണ്ട അല്ലേ? നല്ല മഴ കേട്ടോ. വെള്ളച്ചാട്ടം കാഴ്ച എന്താവെന്ന് അറിയില്ല. പോയി നോക്കാം. ഓഹോ ഹോ 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 ഹോ, ഹെവി റെയിൻ. ഏകദേശം ദേവകുണ്ട് എത്താനായി. നല്ല മഴയാണ്. പോകുന്ന വഴി ഇവിടെ ചിക്കൻ കബാബ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ കഴിച്ചിട്ട് പോവാം, ഒക്കെ ചെയ്യാം. ഉച്ചക്കുള്ള ഫുഡൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെ. നമ്മളൊന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ചിക്കൻ കബാബ്
അതൊക്കെ നോക്കുന്നുണ്ട് ഗൈഡ് നോക്കുന്നില്ല മസാല കുഴപ്പം യെസ് കബാബ് ടേസ്റ്റ്. അപ്പം ദേവകുണ്ട് വാട്ടർഫാൾസിൻ്റെ ലോങ് വ്യൂ നമ്മൾ കണ്ടു തുടങ്ങി കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ കൂടി നടക്കണം നമുക്ക് സ്പോട്ടിലേക്ക് എത്തേണ്ട. ആണ് ദേവകുണ്ട് വാട്ടർഫാൾ. വാവ്, അടിപൊളി ലൊക്കേഷൻ കേട്ടോ, ഒരു രക്ഷയില്ല. സൂപ്പർ, എന്താല്ലേ ഭംഗി, അടിപൊളി സ്ഥലം, വണ്ടർഫുൾ ഷോട്ട്. നല്ല മഴയാണ്, വെള്ളം നല്ല കലക്കുണ്ട്. സൂപ്പർ, വെള്ളം ഇങ്ങനെ ചാടി നോക്കിയാൽ ഞാൻ 10x സൂപ്പിലൊന്ന് ഇട്ട് നോക്കാം. സൂമായി 9.5 ആയി, 10x സൂമായി. സാംസങ് S22 അൾട്രാ. ഇവിടുന്ന് 2 എണ്ണം കാണാനുള്ള വ്യൂ ആട്ടോ, 2 കൂടി കാണും, 2 ചാട്ടം. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നല്ലൊരു ഫോറസ്റ്റ് ആട്ടോ അത്. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് വളരെ ഗംഭീരമായിട്ട് കേൾക്കാം. ഒരു സസ്പെൻസ് ത്രില്ലർ പോലെയാണ്. കാരണം നമ്മൾ വരുന്ന വഴിയൊക്കെ ഒരുപാട് വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരക്കാഴ്ചകൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുക അതാണ് ഇതാണെന്ന്. പക്ഷെ അതൊന്നുമല്ല, വേറെ ഇടവയോ ആണിത്. നമുക്ക് പിടിതരാതെ ഒരു സസ്പെൻസ് ത്രില്ലറെ പോലെ നമ്മളെ നടത്തിക്കുകയാണ്. പോകുന്ന വഴി മഴക്കാലമായതുകൊണ്ട് ഇഷ്ടം പോലെ വാട്ടർഫോൾസ് ഉണ്ട്. ഇതാണ് നമ്മളെ സസ്പെൻസിൽ നിർത്തിയ ആ ദേവകുണ്ട് വെള്ളച്ചാട്ടം. മഴ പെയ്യുന്നുണ്ട്. ഇവിടെ മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ നല്ല തരി പോലെയുള്ള വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. പാറൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര രസം, നല്ല ഫീലാണ്. ഇതൊരു ഫോട്ടോഷൂട്ട് ഏരിയയാണ് ഈ ഒരു പാറ. സ്റ്റാർട്ട്
स्टार्ट। ഉള്ളിലേക്ക് വെള്ളം വരുന്നതാണ് മേലെ. കുഴപ്പമില്ല, എടുത്തോ. ഒരു മിനിറ്റ് ആപ്പി. അപ്പോൾ ദേവകുണ്ട് വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു ആസ്വാദനവും അടുത്ത ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ട്രക്ക് ചെയ്ത് ഏകദേശം ഈ പോയിന്റിലെത്തി. രാവിലെ ഒരു 10 മണിക്ക് ട്രക്കിങ് തുടങ്ങി കേട്ടോ. അപ്പം 3 മണിയായി. ഇവർ ഗൈഡുമാരാണ്. ഇവിടെ വരുന്ന ആളുകളെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് ജോലിയാണ് അവർക്ക്. ഞങ്ങൾ രാവിലെ ട്രക്കിങ് 10 മണിക്ക് തുടങ്ങി. ഇപ്പോൾ തക്കണ ഏകദേശം 3:15 തിരിച്ച് ഞങ്ങൾ ബേസ് ക്യാമ്പിലേക്ക് എത്തുകയാണ്. ഈ കാറ്റഡ് കയറി കഴിഞ്ഞാൽ അവിടെ എത്തി. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ട്രക്കിങ് എക്സ്പീരിയൻസും ആയിരുന്നു ഇന്നത്തെ മൊത്തത്തിൽ പറയുമ്പോൾ. അതുമാത്രമല്ല, ഇന്ന് അവിടെ മുകളിൽ പോയ സമയത്ത് വളരെ എന്താ പറയുക, നല്ല കോടയുണ്ടായിരുന്നു. അതിലുപരി ഈ വാട്ടർഫാളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ വാട്ടർ കണികൾ അടിപൊളി. ഏതോ ഒരു വെള്ളച്ചാട്ടം കാണാന്ന് പറഞ്ഞ് കൊണ്ടുപോവുക നമ്മളെ ഡ്രൈവർ. നല്ല ഗ്രാമൊക്കെ അയച്ചു. ഒരു വെയിലുണ്ടല്ലോ അല്ലേ അവിടെ. കോയില് ऊपर रहेगा 200 दे दो ऐसा। तो आने के लिए आपको फिर को रिटर्न आना पड़ेगा।